സ്റ്റോറീസ് ഐയിലേക്ക് സ്വാഗതം. അലാവുദ്ദീനും അത്ഭുതവിളക്കും എന്ന കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ കഥ തുടങ്ങുന്നത് അറേബ്യൻ നാട്ടിലെ ഒരു പുരാതന നഗരത്തിൽ നിന്നുമാണ്. വളരെ തിരക്കേറിയ നഗരവീഥികൾ, വഴിയോര കച്ചവടക്കാരുടെ ഒരു നീണ്ട നിര കാണാം. അവിടെ ഒരു ഇടുങ്ങിയ പാതയിൽ നിന്നും കൂട്ടുകാരോടൊപ്പം ചിരിച്ചുകൊണ്ട് ഓടിവരുന്നു സുന്ദരനായ നമ്മുടെ കഥാനായകൻ അലാവുദ്ദീൻ. കാപട്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത അവൻ ഒരു നിഷ്കളങ്കനായിരുന്നു. പക്ഷേ ജീവിതത്തോട് തീരെ ഉത്തരവാദിത്വബോധം അവനില്ലായിരുന്നു. ഒരു മടിയനായിരുന്നു അവൻ. ഒരു തുന്നൽ പണിക്കാരനായ മുസ്തഫയുടെ മകനായിരുന്നു അവൻ. അച്ഛനും അമ്മയും അവനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമായിരുന്നു അവൻ്റേത്. രോഗിയായ തൻ്റെ അച്ഛനെ സഹായിക്കാനുള്ള മനസ്സൊന്നും അലാവുദ്ദീൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മുസ്തഫയ്ക്ക് രോഗം മൂർച്ഛിച്ചു. അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. പിന്നെ അവൻ്റെ അമ്മ നൂലുനൂറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ ആ കുടുംബം കഴിഞ്ഞുപോയി. കാലങ്ങൾ കഴിഞ്ഞുപോയി. അലാവുദ്ദീൻ വളർന്നു വലുതായി. അങ്ങനെയിരിക്കെ ആഫ്രിക്കയിൽ നിന്നും ഒരു മന്ത്രവാദി ആ നഗരത്തിലെത്തി. അയാൾക്ക് ഒരു അത്ഭുത വിളക്കെടുക്കുവാനായി ഒരു യുവാവിനെ ആവശ്യമായിരുന്നു. അയാൾ അലാവുദ്ദീനെ കണ്ടു. കണ്ട പാടെ അയാൾക്ക് തോന്നി ഇവനെ പെട്ടെന്ന് തൻ്റെ വലയിൽ വീഴ്ത്താം എന്ന്. അയാൾ പമ്മിയിരുന്നു. അലാവുദ്ദീനെ നിരീക്ഷിച്ചു. എന്നിട്ട് അടുത്തുള്ള ഒരു വ്യാപാരിയോട് അലാവുദ്ദീനെ പറ്റി ചോദിച്ചറിഞ്ഞു. എന്നിട്ട് മെല്ലെ മെല്ലെ അയാൾ അലാവുദ്ദീൻ്റെ അടുത്തേക്ക് ചെന്നു. അലാവുദ്ദീൻ ആകട്ടെ ആ മന്ത്രവാദിയെ കണ്ടതും പെട്ടെന്ന് ഞെട്ടി. അപരിചിതമായ ആ മുഖം വളരെ ഭയാനകമായിരുന്നു. തീക്കട്ട പോലെ ചുവന്ന കണ്ണുകൾ, കൂർത്ത മൂക്ക്, ചുക്കി ചുളിഞ്ഞ മുഖം. ഭയത്തോടെ നോക്കുന്ന അവൻ്റെ ചുമലിൽ ആ മന്ത്രവാദി തൻ്റെ കൈകൾ വെച്ചു. മോനെ അലാവുദ്ദീനെ വളരെ ശാന്തമായും സ്നേഹത്തോടും കൂടി അയാൾ വിളിച്ചു. ആകാംക്ഷയോടെ അലാവുദ്ദീൻ ചോദിച്ചു, ആരാണ് താങ്കൾ? മോനെ, നിന്റെ അച്ഛൻ്റെ പേര് മുസ്തഫ എന്നല്ലേ? അലാവുദ്ദീൻ പറഞ്ഞു. അതെ മോനെ, ഞാൻ നിന്റെ അച്ഛൻ്റെ അനുജനാണ്. അവൻ സംശയത്തോടെ ചോദിച്ചു, അച്ഛൻ്റെ അനുജനോ? ഇങ്ങനെ ഒരു അനുജനുള്ളതായി അച്ഛൻ മുമ്പ് പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ. അയാൾ പറഞ്ഞു, അത് പിന്നെ മകനെ, ഞാൻ വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട് വിട്ട് വ്യാപാരത്തിനായി പോയതാണ്. വളരെയധികം സമ്പാദിച്ചു. പണമുണ്ടാക്കാനായുള്ള നെട്ടോട്ടത്തിൽ ഞാൻ എൻ്റെ കൂടപ്പുറപ്പിനെയും കുടുംബത്തെയും ഒക്കെ മറന്നു. ഞാൻ ശാരീരികമായും മാനസികമായും ആകെ തളർന്നു, അവശനായി. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഇനി എൻ്റെ ജ്യേഷ്ഠനും കുടുംബത്തോടുമൊപ്പം ഇവിടെ കഴിയാമെന്ന്. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് നിൻ്റെ അച്ഛനായ എൻ്റെ ജ്യേഷ്ഠൻ്റെ മരണവിവരം. അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പിന്നെ എനിക്ക് ഏക ആശ്വാസം തോന്നിയത് നീ എനിക്ക് മകനായി ഉണ്ടല്ലോ എന്നതിനാലാണ്. ഇനി എൻ്റെ സ്വത്തുവകകൾ മുഴുവനും നീ വേണം നോക്കി നടത്താൻ. പിന്നെ അതുകൂടാതെ ഞാൻ നിനക്കൊരു നിധി കണ്ടുവച്ചിട്ടുണ്ട്. അലാവുദ്ദീൻ ഞെട്ടി. നിധിയോ? അതെ, ഞാനൊരു നിധി നിനക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. നീ എൻ്റെ കൂടെ വരണം. നീ വേണം അതെടുക്കാൻ എന്നും പറഞ്ഞ് തൻ്റെ കീശയിൽ നിന്നും കുറച്ച് സ്വർണ്ണ നാണയമെടുത്ത് ആ മന്ത്രവാദി അലാവുദ്ദീൻ്റെ കൈകളിൽ വെച്ചു കൊടുത്തു. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ അലാവുദ്ദീന് സംശയവും അത്ഭുതവും ഒക്കെ തോന്നി. പക്ഷേ പാവം, അവൻ അതിൽ വിശ്വസിച്ചുപോയി. എന്നിട്ട് അലാവുദ്ദീൻ തൻ്റെ അമ്മയുടെ അടുക്കലേക്ക് ആ മന്ത്രവാദിയെയും കൂട്ടിപ്പോയി. മന്ത്രവാദി അവൻ്റെ അമ്മയോടും അതേ കഥ തന്നെ പറഞ്ഞു. അവരും അത് വിശ്വസിച്ചു. എന്നിട്ട് അവർ പിറ്റേന്ന് തന്നെ മന്ത്രവാദിയോടൊപ്പം അവനെ അയക്കാൻ തീരുമാനിച്ചു, നിധി എടുക്കാനായി. അങ്ങനെ അയാളും അലാവുദ്ദീനും കൂടി യാത്ര ആരംഭിച്ചു. നഗരത്തിന് വെളിയിൽ ഇന്നേ വരെ പോയിട്ടില്ലായിരുന്ന അലാവുദ്ദീന് പല പല നാടുകൾ കണ്ടപ്പോൾ അത്ഭുതവും ആശ്ചര്യവും ഒക്കെ തോന്നി. അങ്ങനെ അവർ നടന്ന് 2 ദിവസത്തിന് ശേഷം വിജനമായ ഒരു സ്ഥലത്തെത്തി. അയാൾ അവനോട് പറഞ്ഞു, കുറച്ച് ഉണങ്ങിയ വിറക് ശേഖരിച്ചു കൊണ്ടുവരൂ. ഉടൻ തന്നെ വിറകുമായി അവനെത്തി. മന്ത്രവാദി ആ വിറകുകൾ കൂട്ടിയിട്ട് കത്തിച്ചു. എന്നിട്ട് അയാളുടെ സഞ്ചിയിൽ നിന്നും ഒരു പെട്ടിയെടുത്ത് അതിൽ നിന്നും കുറച്ച് പൊടിയെടുത്ത് ആ കത്തുന്ന തീയിലേക്കിട്ടു. തീ പെട്ടെന്ന് ആളിക്കത്തി.
അവിടെ മുഴുവൻ ഒരു കറുത്ത പുക നിറഞ്ഞു നിന്നു. അലാവുദ്ദീൻ ആവട്ടെ പേടിച്ചു വിറച്ചു. മന്ത്രവാദി എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലാൻ ആരംഭിച്ചു. പെട്ടെന്ന് തീ കെട്ടു. തീക്കൂമ്പാരം നിന്നിടത്ത് ഒരു വലിയ മാർബിൾ കഷ്ണം. ആ കല്ലിൻ്റെ മേളിൽ ഒരു മനോഹരമായ മോതിരമുണ്ടായിരുന്നു. മന്ത്രവാദി പറഞ്ഞു, നീ ആ മോതിരമെടുത്ത് കയ്യിലിടൂ. നിനക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ അതിൽ കാണുന്ന ആ കല്ലില്ലേ, അതിൽ തൊട്ട് നിന്റെ ആവശ്യം പറഞ്ഞാൽ മതി, ഉടൻ തന്നെ അത് നടക്കും. അലാവുദ്ദീൻ മോതിരമെടുത്ത് കയ്യിലണിഞ്ഞു. ആ വലിയ മാർബിൾ കല്ല് തെന്നി മാറി. അവിടെ നിന്നും ഭൂമിയുടെ അടിയിലേക്ക് ഒരു ഗുഹ കാണായി വന്നു. അലാവുദ്ദീന് ഒട്ടും പരിചയമില്ലാത്തതും അവിശ്വസനീയമായ കാര്യങ്ങളാണ് അവൻ കണ്ടത്. ഞെട്ടി നിന്ന അലാവുദ്ദീനോട് മന്ത്രവാദി പറഞ്ഞു, നീ ആ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങൂ. അവന് ഭയം തോന്നി. എങ്കിലും നിധിയെക്കുറിച്ച് ഓർത്തപ്പോൾ അവൻ മനസ്സില്ലാ മനസ്സോടെ ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ മന്ത്രവാദി അവനോട് പറഞ്ഞു, നീ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ നിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള സ്വർണവും രത്നവും പഴങ്ങളും പൂക്കളും ഒക്കെ കാണാം. പക്ഷേ നീ അതിലൊന്നിലും സ്പർശിക്കരുത്. ഗുഹയുടെ ഏറ്റവും അറ്റത്ത് നിനക്കൊരു വിളക്ക് കാണാം. അതിൽ എണ്ണയും തിരിയുമുണ്ട്. അത് കളഞ്ഞിട്ട് നീ ആ വിളക്കെടുത്ത് എനിക്ക് കൊണ്ടുവന്ന് തരണം. പിന്നീട് അവിടെയുള്ള നിധി അത് നിനക്ക് സ്വന്തം. അലാവുദ്ദീൻ മനസ്സില്ലാ മനസ്സോടെ പതിയെ പതിയെ നടകൾ ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ നിറയെ സ്വർണങ്ങളും രത്നങ്ങളും കുന്നുകൂടി കിടക്കുന്നു. അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കൂടിക്കിടക്കുന്ന ആ സ്വർണത്തിൻ്റെ ശോഭയിൽ അവൻ്റെ മുഖം തിളങ്ങി. മെല്ലെ മെല്ലെ അവൻ നടന്നു നീങ്ങി. കുറച്ച് നടന്നപ്പോൾ അവിടെ നിറയെ പലതരം പഴങ്ങളും പൂക്കളും അവൻ കണ്ടു. അതിലൊരു പഴം പറിച്ചെടുത്തപ്പോൾ പൊടുന്നനെ അതൊരു രത്നം കൊണ്ടുള്ള പഴമായി മാറി. അത്ഭുതം തോന്നിയ അവന് മന്ത്രവാദിയുടെ വാക്കുകളെ ധിക്കരിക്കാൻ തോന്നി. അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ നിറയെ രത്നങ്ങളും വിലപിടിപ്പുള്ള മുത്തുകളും കൊണ്ട് നിറച്ചു. വളരെയധികം ഭാരമുള്ള ആ സഞ്ചിയുമായി അവൻ നടന്നു നീങ്ങി. അപ്പോൾ അങ്ങ് ദൂരെയായി അവൻ കണ്ടു മന്ത്രവാദി പറഞ്ഞ ആ വിളക്ക്. പഴകിയിരിക്കുന്ന ആ വിളക്കിൽ എണ്ണയും തിരിയുമായി കത്തുന്നുണ്ടായിരുന്നു. അവൻ അതിൻ്റെ അടുക്കൽ ചെന്നു. അതിലെ എണ്ണയും തിരിയും കളഞ്ഞു. എന്നിട്ട് പതിയെ അതും അവൻ്റെ സഞ്ചിയിലാക്കി. അവൻ തിരികെ നടന്നു. അപ്പോൾ ഗുഹയുടെ വാതിൽക്കൽ മന്ത്രവാദി അവനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അലാവുദ്ദീനെ ഓടി വരൂ, അയാൾ ഉറക്കെ വിളിച്ചു. അപ്പോൾ അലാവുദ്ദീൻ ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്ന് പിടിച്ചു സഹായിക്കൂ, എനിക്ക് വെളിയിലോട്ട് വരാൻ ഇതിൻ്റെ ഭാരം കാരണം കഴിയുന്നില്ല. അപ്പോൾ മന്ത്രവാദി പറഞ്ഞു, ആദ്യം ആ വിളക്കിങ്ങ് തരൂ, പിന്നീട് നിന്നെ സഹായിക്കാം എന്ന്. അത് കേട്ടപ്പോൾ അലാവുദ്ദീന് എന്തോ ഒരു പന്തികേട് തോന്നി. അവൻ വിളക്ക് മാത്രമായി കൊടുത്തില്ല, തൻ്റെ കയ്യിൽ പിടിച്ചു കയറ്റാൻ ആവശ്യപ്പെട്ടു. മന്ത്രവാദിക്ക് ദേഷ്യം വന്നു. അയാൾ പെട്ടെന്ന് ഒരു മന്ത്രം ചൊല്ലി. ആ ഗുഹയുടെ വാതിലടഞ്ഞു. അലാവുദ്ദീൻ പേടിച്ചു വിറച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു. ആരും കേട്ടില്ല. അവന് പേടിയും സങ്കടവും വിശപ്പും ദാഹവും ഒക്കെ തോന്നി. കരഞ്ഞു കരഞ്ഞു തളർന്ന് അവൻ അവിടെ വീണു. സമയം കുറേ കഴിഞ്ഞുപോയി. താൻ ഇനി ഇവിടെ കിടന്ന് മരിക്കുകയേ ഉള്ളൂ എന്ന് അവന് തോന്നി. തൻ്റെ അമ്മ ഒറ്റയ്ക്കാകും, ആ ദുഷ്ടനായ മന്ത്രവാദി തന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പലതരം വിചാരങ്ങൾ അവൻ്റെ മനസ്സിലോടിയെത്തി. കരഞ്ഞു തളർന്നിരുന്ന അവന് അപ്പോഴാണ് തോന്നിയത് ആ മാർബിൾ കല്ലിന് മുകളിൽ നിന്നും കിട്ടിയ മോതിരത്തെക്കുറിച്ച്. അവൻ പെട്ടെന്ന് ആ മോതിരത്തിൻ്റെ കല്ലിലൊന്ന് തൊട്ടു. എന്നിട്ട് പറഞ്ഞു, എന്നെ എത്രയും വേഗം എൻ്റെ അമ്മയുടെ അടുത്ത് എത്തിച്ചാലും എന്ന്. ഉടൻ തന്നെ അവൻ അവൻ്റെ വീടിനുള്ളിലെത്തി. അവൻ്റെ അമ്മ അവനെ കാണാതെ വിഷമിച്ച് കരഞ്ഞു തളർന്ന് കിടക്കുകയായിരുന്നു. തൻ്റെ മകനെ കണ്ട ആ മാതാവ് അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കരഞ്ഞു. അവൻ തനിക്ക് പറ്റിയ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മയോട് പറഞ്ഞു. അവർക്ക് അത് അവിശ്വസനീയമായിരുന്നു. അപ്പോൾ അവൻ തൻ്റെ കയ്യിലുള്ള രത്നങ്ങളും വൈരക്കല്ലുകളും മുത്തുകളും എല്ലാം അവരെ കാണിച്ചു, കൂടെ ആ വിളക്കും.
അവർക്ക് അത്ഭുതം തോന്നി. അങ്ങനെ അലാവുദ്ദീൻ പറഞ്ഞതെല്ലാം അമ്മ വിശ്വസിച്ചു. പിന്നീട് അവന് വിശപ്പും ദാഹവും സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അവർക്ക് കഴിക്കാനായി ആ വീട്ടിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു, തൻ്റെ കയ്യിലുള്ള രത്നങ്ങളും സ്വർണവും ഒക്കെ കൊണ്ടുകൊടുത്ത് നമുക്ക് ധനികരാകാം എന്ന്. പക്ഷേ അവൻ്റെ അമ്മ അത് തടഞ്ഞു. അവർ പറഞ്ഞു, ദരിദ്രരായ നമ്മൾ ഇതുമായി ചെന്നാൽ നഗരത്തിലുള്ളവർ പറയും നമ്മളിത് മോഷ്ടിച്ചതാണെന്ന്. അതുകൊണ്ട് തൽക്കാലം ഈ പഴയ വിളക്ക് കൊണ്ടു കൊടുക്കാം, എന്നിട്ട് കുറച്ച് ഭക്ഷണ സാധനം വാങ്ങാം എന്ന്. അങ്ങനെ അവർ ആ വിളക്ക് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അലാവുദ്ദീൻ ആ വിളക്കിലെ അഴുക്കും പൊടിയും തൂക്കാനായി ഒരു തുണിയെടുത്ത് വിളക്ക് തുടച്ചു. പെട്ടെന്ന് തന്നെ ആ വിളക്കിൽ നിന്നും വളരെയധികം പുക ഉയർന്നു വന്നു. ആ പുകമയത്തിൽ ഒരു ഭീകര രൂപം. അതൊരു ഭൂതമായിരുന്നു. അലാവുദ്ദീനും അമ്മയും പേടിച്ചു വിറച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന അവരോട് ആ ഭൂതം വളരെ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, യജമാനനെ, ഞാനൊരു ഭൂതമാണ്. ഈ വിളക്കിനുള്ളിലായിരുന്ന എന്നെ നിങ്ങളാണ് പുറത്തുവിട്ടത്. ഇനി മുതൽ ഞാൻ നിങ്ങളുടെ അടിമയാണ്. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഈ വിളക്കിലൊന്ന് തുടച്ചാൽ മതി. ഞാൻ ഉടനെ വരും. നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നതായിരിക്കും. ആട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അലാവുദ്ദീന് വിശ്വസിക്കാനായില്ല. അവന് ഭയമുണ്ടെങ്കിലും അവൻ ചോദിച്ചു, എനിക്ക് വിശപ്പ് സഹിക്കാനാവുന്നില്ല. അല്പം ഭക്ഷണം വേണം. ഉടൻ തന്നെ ആ ചെറിയ വീടിനുള്ളിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ, അതും വെള്ളിപ്പാത്രത്തിൽ നിരത്തി വച്ചിരിക്കുന്നു. അവർ ഇതിനു മുമ്പ് കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത വളരെ രുചികരമായ ഭക്ഷണങ്ങൾ. പെട്ടെന്ന് തന്നെ ഭൂതം അപ്രത്യക്ഷനായി. അമ്മയും മകനും വയറ് നിറയെ ആസ്വദിച്ച് ആഹാരം കഴിച്ചു. അങ്ങനെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞു. അലാവുദ്ദീനും അമ്മയും ദാരിദ്ര്യത്തിൽ നിന്നും കരകയറാനായി വീണ്ടും വീണ്ടും ഭൂതത്തെ വിളിക്കാൻ മടിച്ചു. അവർ ആ വെള്ളിപ്പാത്രങ്ങൾ കടയിൽ കൊണ്ടുപോയി വിറ്റു. കിട്ടിയ പണം കൊണ്ട് നിത്യവൃത്തി കഴിഞ്ഞുപോയി. വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം അലാവുദ്ദീൻ തെരുവിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു രാജവിളംബരം അവൻ കേട്ടു. ആ നഗരത്തിലൂടെ സുൽത്താൻ്റെ മകൾ പല്ലക്കിൽ വരുന്നുണ്ട്. ആയതിനാൽ എല്ലാവരും കടകൾ അടച്ച് അകത്തിരിക്കണമെന്നും അതിസുന്ദരിയായ അവളെ ആരും കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ അലാവുദ്ദീൻ ആവട്ടെ ആ സുന്ദരിയെ ഒന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. അവളെ കാണാൻ എന്താ ഒരു വഴി എന്ന് ആലോചിച്ച് നിന്നപ്പോൾ ഒരു കടയുടെ പുറകിലായി കുറച്ച് അനാവശ്യ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് അലാവുദ്ദീൻ്റെ കണ്ണിൽപ്പെട്ടു. അലാവുദ്ദീൻ ഉടനെ അങ്ങോട്ട് പോയി അതിൻ്റെ പിന്നിലായി ഒളിച്ചിരുന്നു. അപ്പോൾ തന്നെ പല്ലക്ക് വന്നു. പല്ലക്കിനുള്ളിലെ അവളെ കാണാനായി അവൻ വെമ്പൽ പൂണ്ട് നിന്നപ്പോൾ പല്ലക്കിൻ്റെ മൂടുപടം ഒരു ഇളം കാറ്റിനാൽ പതിയെ മാറ്റപ്പെട്ടു. അവൻ അവളെ കണ്ടു. കണ്ടതും അവൻ അവളോട് പ്രണയം തോന്നി. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ ഉറപ്പിച്ചു, ഇവൾ എൻ്റെ ജീവിതസഖിയാണ്. ഇവളെയല്ലാതെ മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല. അവളുടെ സൗന്ദര്യത്തിൽ അവൻ സ്വയം മറന്നു. പല്ലക്ക് പോയ പാടെ അവൻ അവൻ്റെ അമ്മയുടെ അടുക്കലേക്ക് ഓടി. അമ്മയോട് ചെന്നിട്ട് ചോദിച്ചു, അമ്മേ, അമ്മ സുൽത്താൻ്റെ മകളെ കണ്ടിട്ടുണ്ടോ? അമ്മ പറഞ്ഞു, ഇല്ല. എത്ര സുന്ദരിയാണവൾ. അമ്മ ഒരു കാര്യം ചെയ്യണം. നാളെ തന്നെ സുൽത്താൻ്റെ അടുക്കലേക്ക് പോകണം. എന്നിട്ട് അവളെ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ പറയണം. ഇത് കേട്ട ആ മാതാവ് തൻ്റെ മകന് ഭ്രാന്താണോ എന്ന് സംശയിച്ചു. മകനെ, നീ എന്താ ഈ പറയുന്നേ? സുൽത്താൻ്റെ മകളെ നേരെ നിന്നൊന്ന് നോക്കാൻ പോലും ഉള്ള അവകാശം നമുക്കില്ല. അപ്പോഴാണോ വിവാഹം ആലോചിക്കുന്നേ? വെറുതെ ഭ്രാന്ത് പറയാതെ നീ. അവൻ പറഞ്ഞു, അമ്മ എങ്ങനെയെങ്കിലും ഈ ആഗ്രഹം സാധിച്ചു തരണം. ഇല്ലേൽ ഞാനിവിടെ ജലപാനമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കും. പാവം ആ അമ്മ ആകെ ദുഃഖിതയായി. അപ്പോൾ അലാവുദ്ദീൻ പറഞ്ഞു, അമ്മേ, നമ്മുടെ കയ്യിൽ ആ ഗുഹയിൽ നിന്നും കിട്ടിയ വിചിത്രങ്ങളായ രത്നങ്ങളും മുത്തുകളും കൊണ്ട് സുൽത്താൻ്റെ മുന്നിൽ ചെല്ലൂ. അപ്പോൾ സുൽത്താൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ലാത്ത തരം വിചിത്രമാർന്ന അവ കണ്ടിട്ട് ചിലപ്പോൾ തൻ്റെ മകളെ വിവാഹം കഴിച്ചു തരാൻ തയ്യാറായാലോ? അപ്പോൾ ആ പാവം അമ്മയ്ക്ക് ചെറിയൊരു പ്രതീക്ഷ തോന്നി.
തൻ്റെ മകൻ്റെ നിർബന്ധത്തെ തുടർന്ന് ആ അമ്മ സുൽത്താൻ്റെ അടുക്കലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ കാവൽക്കാർ അവരെ കടത്തിവിട്ടില്ല. അവർ തൻ്റെ കയ്യിലുള്ള നിധി അവരെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് സുൽത്താന് കാണിക്ക വെക്കാൻ വന്നതാണ് എന്ന്. അത് കേട്ട കാവൽ ഭടന്മാർ വിവരം സുൽത്താനെ അറിയിച്ചു. സുൽത്താൻ അവരോട് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അവർ സുൽത്താൻ്റെ മുന്നിലെത്തി. സുൽത്താനെ കണ്ടതും അവർക്ക് പേടി തോന്നി. എങ്കിലും തൻ്റെ മകൻ പട്ടിണി കിടന്ന് മരിക്കുമല്ലോ എന്നോർത്തപ്പോൾ അവർ കാര്യം പറയാൻ തീരുമാനിച്ചു. അവർ സുൽത്താനോട് പറഞ്ഞു, അല്ലയോ പ്രഭു, എൻ്റെ കയ്യിലുള്ള ഈ നിധി അങ്ങ് സ്വീകരിച്ചാലും അടിയനൊരു കാര്യം അങ്ങയോട് പറയാനുണ്ട്. സുൽത്താൻ പറഞ്ഞു, എന്താണ്, പറഞ്ഞോളൂ. എൻ്റെ മകൻ അലാവുദ്ദീന് അങ്ങയുടെ മകളെ വിവാഹം കഴിക്കാൻ അതിയായ ആഗ്രഹമാണ്. ഇല്ലെങ്കിൽ അവൻ പട്ടിണി കിടന്ന് മരണം വരിക്കും എന്നാണ് പറയുന്നത്. ഇത് കേട്ട സുൽത്താനും അവിടെയുള്ളവരും കൂട്ടച്ചിരി. അവർക്ക് ചിരി അടക്കാനായില്ല. പക്ഷേ ആ വിചിത്രങ്ങളായ രത്നങ്ങളും മുത്തുകളും അപ്പോഴാണ് സുൽത്താൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ സുൽത്താൻ ചിരി നിർത്തി. സുൽത്താന് നേരെ ആ അമ്മ നീട്ടിപ്പിടിച്ച നിധി കണ്ട് സുൽത്താൻ അത് വാങ്ങി. എന്നിട്ട് ചോദിച്ചു, ഇത്രയും വിചിത്രവും മനോഹരവുമായ രത്നങ്ങൾ ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടില്ല. അതിരിക്കട്ടെ, നിങ്ങളുടെ മകൻ എൻ്റെ മകൾക്ക് യോഗ്യനാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യൂ. ഈ കൊട്ടാരത്തിൽ അവൾ കഴിയുന്നതിലും സുഖസൗകര്യത്തോടെ അവൾക്ക് കഴിയാനായ എല്ലാം കരുതി വയ്ക്കൂ. ഞാൻ നിനക്ക് 7 ദിവസം സമയം തരും. അതിനിടയിൽ ഇതെല്ലാം കരുതി വെച്ച് നിന്റെ മകൻ എൻ്റെ മുന്നിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വരട്ടെ. അപ്പോൾ ഞാൻ ആലോചിക്കാം അവൻ എൻ്റെ മകൾക്ക് അനുയോജ്യനാണോ എന്ന്. ആ സ്ത്രീ ഉടൻ തന്നെ തൻ്റെ മകൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. കൊട്ടാരത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട അലാവുദ്ദീൻ ഉറക്കെ ചിരിച്ചു. അവന് സന്തോഷമായി. അവൻ അമ്മയോട് പറഞ്ഞു, 7 ദിവസമോ? അല്ല, ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ ചെയ്യും. ഉടൻ തന്നെ അവൻ ആ വിളക്കെടുത്തു. അതിലൊന്ന് തുടച്ചു. പെട്ടെന്ന് തന്നെ ഭൂതം പ്രത്യക്ഷപ്പെട്ടു. യജമാനനെ, എന്താണ് ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും അലാവുദ്ദീനും അമ്മയും കണ്ണുകളെ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. എന്നിട്ട് അവൻ ആ ഭൂതത്തോട് പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു വെണ്ണക്കൽ കൊട്ടാരമുണ്ടാക്കണം. ആ കൊട്ടാരം സുൽത്താൻ്റെ കൊട്ടാരത്തിൽ നിന്ന് നോക്കിയാൽ കാണുന്ന രീതിയിലായിരിക്കണം. അതിൽ ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല. പിന്നെ 40 അടിമകളെ വേണം. അവരുടെ കയ്യിൽ നിറയെ രത്നങ്ങളും മുത്തുകളും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ വേണം. പിന്നെ 20 സുന്ദരികൾ. അവരുടെ കൈകൾ നിറയെ സ്വർണ്ണ നാണയങ്ങൾ വേണം. ഞാൻ പോകുന്ന വഴിയിലൂടെ കാണുന്നവർക്കൊക്കെ അവർ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു പോകണം. കൂടാതെ എന്നെ അതിസുന്ദരനായ ഒരു രാജകുമാരനെ പോലെ ഒരുക്കണം. പിന്നെ ഒരു മിടുമിടുക്കനായ കുതിരയെ വേണം. ആര് കണ്ടാലും നോക്കുന്ന ഒരു കുതിര. ഇതൊക്കെ കേട്ട ഭൂതം പറഞ്ഞു, ശരി യജമാനനെ, എല്ലാം അങ്ങ് പറഞ്ഞ പോലെ തന്നെ ആവട്ടെ. പെട്ടെന്ന് തന്നെ അതെല്ലാം അങ്ങനെ തന്നെ സംഭവിച്ചു. നാട്ടുകാർ അത്ഭുതത്തോടെ നോക്കി നിൽക്കെ അലാവുദ്ദീൻ സുൽത്താൻ്റെ കൊട്ടാരത്തിലേക്ക് രാജകീയ പ്രൗഢിയിൽ പോയി. അലാവുദ്ദീൻ്റെ ആ വരവ് കണ്ട് സുൽത്താനും കൊട്ടാരത്തിലുള്ളവരും എല്ലാം അമ്പരന്ന് നിന്നു. സുൽത്താന് സന്തോഷമായി. അങ്ങനെ അദ്ദേഹം അവരുടെ വിവാഹം നടത്തിക്കൊടുത്തു. അലാവുദ്ദീൻ്റെ ഈ അവിശ്വസനീയമായ വളർച്ച നാടാകെ ചർച്ചാ വിഷയമായി. അങ്ങനെ ആ വാർത്ത മറ്റു നാട്ടിലേക്കും പടർന്നു. അങ്ങനെ അത് ആ ദുർമന്ത്രവാദിയുടെ ചെവിയിലുമെത്തി. അയാൾക്ക് സഹിക്കാനായില്ല. എന്താണൊരു വഴി? എങ്ങനെയെങ്കിലും ആ വിളക്ക് കൈക്കലാക്കണം. അയാൾ ആലോചിച്ചു. പെട്ടെന്ന് തന്നെ അയാൾക്കൊരു ബുദ്ധി ഉദിച്ചു. ഒരു വിളക്ക് കച്ചവടക്കാരൻ്റെ രൂപം മാറി അവിടെ ചെല്ലാം. പഴയ വിളക്ക് തന്നാൽ പുതിയത് മാറ്റിത്തരാം എന്ന് പറയാം. എത്രയും വേഗം അയാൾ അങ്ങോട്ട് തിരിച്ചു. അയാൾ ആ കൊട്ടാരത്തിൻ്റെ വാതിക്കൽ ചെന്നു. എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ടു. അതിനുശേഷം ഉറക്കെ വിളിച്ചു പറഞ്ഞു, പഴയ വിളക്ക് തന്നാൽ മാറ്റി പുതിയത് തരാം. അപ്പോൾ രാജകുമാരിയായ അലാവുദ്ദീൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ ചെവിയിൽ ആരോ പറയുന്നത് പോലെ തോന്നി. തങ്ങളുടെ അന്തഃപുരത്തിലിരിക്കുന്ന ആ പഴയ വിളക്ക് കൊടുത്തിട്ട് പുതിയത് വാങ്ങിയാലോ എന്ന്. ആ മനോഹരമായ പുതിയ കൊട്ടാരത്തിൽ ആ വിളക്ക് മാത്രം പഴയ
ഒരു ഭംഗി കുറഞ്ഞ വിളക്കായി അവൾക്ക് തോന്നി. ആ മന്ത്രവാദിയുടെ മന്ത്രം കൊണ്ട് അവൾക്ക് ആരോ തന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് പോലെ തോന്നി. അവൾ ആ വിളക്ക് തോഴിമാരുടെ കയ്യിൽ കൊടുത്തിട്ട് പഴയത് മാറ്റി പുതിയത് വാങ്ങാൻ പറഞ്ഞു. ഉടൻ തന്നെ അത് മന്ത്രവാദിയുടെ കയ്യിൽ കിട്ടി. അയാൾ സന്തോഷത്തോടെ ആ വിളക്ക് വാങ്ങി. എന്നിട്ട് അതിലൊന്ന് തുടച്ചു. ഭൂതം പ്രത്യക്ഷപ്പെട്ടു. മന്ത്രവാദി ഭൂതത്തോട് ആജ്ഞാപിച്ചു, എത്രയും പെട്ടെന്ന് ഈ വെണ്ണക്കൽ കൊട്ടാരവും രാജകുമാരിയെയും എൻ്റെ നാട്ടിൽ കൊണ്ടുവന്നാക്കൂ എന്ന്. അതുപോലെ തന്നെ ഭൂതം ചെയ്തു. രാജകുമാരിയും കൊട്ടാരത്തിലുള്ളവരും പേടിച്ച് വിറച്ചിരുന്നു. തങ്ങളെങ്ങനെ ഇവിടെ എത്തി എന്ന് ചിന്തിച്ചു നിന്ന അവരുടെ മുന്നിൽ ആ മന്ത്രവാദി വന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ആരും നോക്കണ്ട. രക്ഷപ്പെടാൻ നോക്കുന്നവർക്ക് ഞാൻ മരണമായിരിക്കും ശിക്ഷയായി നൽകുക എന്ന്. അവർ ആ കൊട്ടാരത്തിൽ തന്നെ ഇരുന്നു. അപ്പോഴാണ് സുൽത്താൻ കൊട്ടാരത്തിൽ നിന്ന് നോക്കിയപ്പോൾ അലാവുദ്ദീൻ്റെ കൊട്ടാരം കാണുന്നില്ല എന്നറിഞ്ഞത്. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. എന്താണ് സംഭവിക്കുന്നത്? ഭയം തോന്നിയ അദ്ദേഹം ഉറക്കെ അലറി വിളിച്ചു, എൻ്റെ മകൾ എവിടെ? ആർക്കും ഒന്നും മനസ്സിലായില്ല. എല്ലാവരും പേടിച്ചിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അലാവുദ്ദീൻ എത്തി. തൻ്റെ കൊട്ടാരം ഇരുന്നിടത്ത് എത്തിയ അവൻ ഞെട്ടിപ്പോയി. അവിടെ ഒന്നും തന്നെ കാണുന്നില്ല. അവൻ പരിഭ്രാന്തനായി. ഉടൻ തന്നെ അവന് കാര്യം പിടികിട്ടി. ആ മന്ത്രവാദി ഇവിടെ എത്തി വിളക്ക് കൈക്കലാക്കി എന്ന്. അവൻ ഓടി സുൽത്താൻ്റെ അടുക്കലെത്തി. സുൽത്താൻ അവനെ കണ്ടതും ദേഷ്യത്തോടെ ചോദിച്ചു, എൻ്റെ മകൾ എവിടെ? നീ അവളെ എന്തു ചെയ്തു? എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മകളെ കാണണം എന്ന്. കൊട്ടാരത്തിലുള്ളവരും നാട്ടുകാരും അലാവുദ്ദീനെ തെറ്റിദ്ധരിച്ചു. അവനെ ഒരു കുറ്റവാളിയെപ്പോലെ ആട്ടിയോടിച്ചു. അവനൊരു ഭ്രാന്തനെ പോലെ വിജനമായ സ്ഥലത്ത് വന്നിരുന്ന് ഉറക്കെ കരഞ്ഞു. അപ്പോഴാണ് അവന് തൻ്റെ കയ്യിലുള്ള ആ മന്ത്രമോതിരത്തെപ്പറ്റി ഓർമ്മ വന്നത്. അവൻ ആ മോതിരത്തിൻ്റെ തിളങ്ങുന്ന കല്ലിൽ തൊട്ടിട്ട് പറഞ്ഞു, എന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ ഭാര്യയുടെ അടുത്തെത്തിക്കൂ. ഉടൻ തന്നെ അവൻ ആ കൊട്ടാരത്തിൽ അവളുടെ അടുത്തെത്തി. കരഞ്ഞു തളർന്നു കിടന്ന അവൾ തൻ്റെ പ്രിയതമനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അലാവുദ്ദീന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഉടൻ തന്നെ അവനൊരു ബുദ്ധി തോന്നി. അവൻ അവളോട് പറഞ്ഞു, നീ ആ മന്ത്രവാദിയോട് വളരെ സ്നേഹത്തോടെ പെരുമാറണം. നിന്റെ മനസ്സ് മാറിയതായി അഭിനയിക്കണം. സ്നേഹം നടിച്ച് തന്ത്രപൂർവ്വം അയാളെ നിന്റെ അന്തഃപുരത്തിലെത്തിക്കണം. എന്നിട്ട് അലാവുദ്ദീൻ അവിടെ പതുങ്ങിയിരുന്നു. അവൻ പറഞ്ഞതുപോലെ ചെയ്തു. വളരെ സൗമ്യമായി ആ മന്ത്രവാദിയോട് ഇടപെട്ടു. എന്നിട്ട് തൻ്റെ അന്തഃപുരത്തിലേക്ക് അയാളെ എത്തിച്ചു. അവിടെ പതുങ്ങിയിരുന്ന അലാവുദ്ദീൻ അരയിൽ നിന്നും വാളുമായി ചാടി വീണു. എന്നിട്ട് ആ മന്ത്രവാദിയുടെ കഥ കഴിച്ചു. എന്നിട്ട് അയാളുടെ സഞ്ചിയിൽ നിന്നും ആ വിളക്ക് എടുത്തു. അതിലൊന്ന് തുടച്ചു. പെട്ടെന്ന് തന്നെ ഭൂതം പ്രത്യക്ഷപ്പെട്ടു. അലാവുദ്ദീൻ ഭൂതത്തോട് ഞങ്ങളെ പഴയതുപോലെ ഞങ്ങളുടെ നാട്ടിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഭൂതം അങ്ങനെ തന്നെ ചെയ്തു. എല്ലാം പഴയപടിയായി. സുൽത്താന് അത് കണ്ട് സന്തോഷവാനായി. ആപത്തിൽ നിന്നും തൻ്റെ മകളെ രക്ഷിച്ച അലാവുദ്ദീൻ ഇനി ഈ രാജ്യം ഭരിക്കാൻ യോഗ്യനാണെന്ന് മനസ്സിലാക്കിയ സുൽത്താൻ തൻ്റെ കിരീടവും രാജ്യത്തിൻ്റെ അവകാശവും അവന് നൽകി. അങ്ങനെ അവർ സുഖമായി വളരെ കാലം ജീവിച്ചു. ഇതോടെ അലാവുദ്ദീൻ്റെ കഥ അവസാനിക്കുന്നു. ഇനി മറ്റൊരു കഥയുമായി ഉടൻ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.